കോൺഗ്രസ് ആണ് ആ പെട്രോളിൻ്റെ വില നിശ്ചയിക്കാനുള്ള അധികാരമെടുത്ത് പെട്രോളിയം കമ്പനികളെ ഏൽപ്പിച്ചത്. പെട്രോളിന് വില കുറയ്ക്കുമെന്ന് പറഞ്ഞു വന്ന BJP എന്ത് ചെയ്തു? ഡീസലിൻ്റെ കൂടി വില നിയന്ത്രിക്കാനുള്ള അധികാരമെടുത്ത് ഡീസൽ കമ്പനികളെ ഏൽപ്പിച്ചു. അതല്ലേ ഇവിടെ ഉണ്ടായത്. 2, രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ഞങ്ങളുടെ എതിർപ്പെന്താ? നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം, BJPയെ താഴെ ഇറക്കണം, ഈ രാജ്യത്തെ മതേതരത്വം സംരക്ഷിക്കപ്പെടണം. ഇങ്ങനെ വർഗീയമായി ചിഹ്നിപ്പിക്കേണ്ട നാടല്ല ഇന്ത്യ. ആ നരേന്ദ്രമോദിയെ താഴെ ഇറക്കണമെങ്കിൽ കേരളത്തിൽ, ഇന്ത്യയിൽ കോൺഗ്രസ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, ഒരു സംശയവുമില്ല. ഇപ്പോൾ 50 പാർലമെൻറ്റ് അംഗങ്ങളെ ഉള്ളെങ്കിലും പണ്ട് 450ഉം 500ഉം ഒക്കെ ഉണ്ടായിരുന്ന പാർട്ടിയാണ്. നിങ്ങളുടെ നേതാവ് മതേതര മുന്നണിയിൽ ഒപ്പം നിൽക്കുന്ന, ഇന്ത്യ മുന്നണിയിൽ ഒപ്പം നിൽക്കുന്ന CPIയുടെ ദേശീയ നേതാവ് ആനി രാജയ്ക്കെതിരെയാണോ മത്സരിക്കേണ്ടത്? അതോ അങ്ങ് UPയിൽ 80 സീറ്റുണ്ടല്ലോ, രാജസ്ഥാനിലുണ്ടല്ലോ, ബീഹാറിലുണ്ടല്ലോ, മധ്യപ്രദേശിലുണ്ടല്ലോ, അവിടെ പോയല്ലേ മത്സരിക്കേണ്ടത്? BJPയെ നേരിടാനായിരുന്നുവെങ്കിൽ. ഒറ്റ കാര്യം കൂടെ അബിൻ പറഞ്ഞു, വികസനമാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. ഞാൻ പറയുന്നു, 15 വർഷം കൊണ്ട് ആന്റണി ഇവിടെ നടപ്പിലാക്കിയ ഏതെങ്കിലും ഒരു വികസന പ്രശ്നം നിങ്ങൾക്ക് മുമ്പോട്ട് വെക്കാൻ കഴിയും? ഏതെങ്കിലും ഒരു കാര്യം? നിങ്ങൾ പറയുന്നതെല്ലാം വ്യാജമാണ്.